ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ബാബുരാജിനും ബിജിക്കും റഫീഖിനും നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ ഉത്തരവ്. തൊഴിയൂർ സുനിൽ വധക്കേസിലെ പ്രതികളെന്ന് ആരോപിച്ച് പോലീസ് ഇവരടക്കമുള്ള പ്രതികളെ ജയിലിൽ അടച്ചിരുന്നു. CCTV ഫോളോ അപ്പ് സ്റ്റോറി. 1994 ഡിസംബർ 4-നാണ് ഗുരുവായൂരിനടുത്ത് തൊഴിയൂരിൽ BJP പ്രവർത്തകനായിരുന്ന സുനിൽകുമാർ കൊല ചെയ്യപ്പെട്ടത്. നാടിനെ നടുക്കിയ സംഭവമായിരുന്നു സുനിൽകുമാറിന്റെ കൊലപാതകം. അങ്ങേയറ്റം ക്രൂരമായാണ് സുനിൽകുമാറിനെ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയത്. സുനിൽകുമാറിന്റെ മാതാപിതാക്കൾക്കും സഹോദരനും സഹോദരിക്കും അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. സഹോദരൻ സുബ്രഹ്മണ്യന്റെ കൈ വെട്ടിമാറ്റുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് ഗുരുവായൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബാബുരാജ്, ബിജി, റഫീഖ്, ഹരിദാസൻ എന്നിവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. പോലീസിന്റെ മർദ്ദനത്തെ തുടർന്ന് ക്ഷയരോഗം പിടിപെട്ട ഹരിദാസൻ പിന്നീട് മരണപ്പെട്ടുവെങ്കിലും മറ്റു 3 പേരും നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് നിരപരാധിത്വം തെളിയിക്കാനായത്. അന്നത്തെ കുന്നംകുളം DYSP T. ചന്ദ്രൻ, ഗുരുവായൂർ സർക്കിൾ ഇൻസ്പെക്ടർ ശിവദാസൻ പിള്ള, സബ് ഇൻസ്പെക്ടർ സതീശൻ എന്നിവരുടെ ഗൂഢാലോചനയായിരുന്നു തങ്ങളെ പ്രതികളാക്കി മാറ്റിയതിന് പിന്നിലെന്നാണ് ബാബുരാജും ബിജിയും റഫീഖും 3 പതിറ്റാണ്ടിനിപ്പുറവും പറയുന്നത്. ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ആളുകളെയാണ് ഈ കേസിൽ കണക്ട് ചെയ്തത്. അത് CPM-കാരെ മാത്രമല്ല, നേരത്തെ ചോദിച്ചല്ലോ, CPM-കാരെ മാത്രമല്ല, വിവിധ രാഷ്ട്രീയം ഇല്ലാത്തവർ, വേറെ പാർട്ടിയുള്ള ആളുകളെല്ലാവരും കൂടി ക്ലബ് ചെയ്തിട്ട് ഒരു ടീം ചെയ്യുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇത് DYSP ചന്ദ്രൻ, T. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കുന്നോളം DYSP ആണ് ഇതെല്ലാതും ഓർഗനൈസ് ചെയ്തതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കൃത്യം നടത്തിയവരെയും കൊട്ടേഷൻ നൽകിയവരെയും കുറിച്ച് കൃത്യമായുള്ള ധാരണയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ബലിയാടുകളാക്കുകയായിരുന്നുവെന്നാണ് മൂവരും പറയുന്നത്. പിന്നീട് മറ്റൊരു കേസിന്റെ അന്വേഷണത്തിനിടയ്ക്ക് ഇസ്ലാമിക് ഭീകര സംഘടനയിൽപ്പെട്ടവരാണ് സുനിൽകുമാറിനെ കൊലപ്പെടുത്തിയതെന്ന് തെളിയുകയായിരുന്നു. എന്നാൽ ജീവിതം കരുപിടിപ്പിക്കാൻ തുടങ്ങും മുൻപേ കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ ഇവരുടെയും കുടുംബങ്ങളുടെയും ജീവിതത്തിനു മുകളിൽ കരിനിഴൽ വീഴുകയായിരുന്നു. നമുക്ക് പ്രായമായി, ഞങ്ങളുടെ അമ്മമാർ മരിച്ചു കഴിഞ്ഞപ്പോൾ ബിജിയുടെ അമ്മ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. നമുക്കൊന്നും പൂർണ്ണമായിട്ട് നമ്മളെ അമ്മമാർക്ക് ഇത് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഒരു സംശയത്തിന് നേരിടാൻ ഇപ്പോൾ ഒരുവിധം എല്ലാം ക്ലിയറായി എന്ന് പറയാം. ഇതിന് മുന്നേ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ 24 വയസ്സിലാണ് ഈ കേസിൽ പ്രതിയാവുന്നത്. എൻ്റെ സാമൂഹിക ബന്ധങ്ങൾ, എൻ്റെ കുടുംബ ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഞാൻ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കേസിനെ അതിജീവിച്ച് 32 വർഷം ഞങ്ങൾ പോരാട്ടം നടത്തി. ഇനിയും ഞങ്ങളുടെ ഏറ്റവും പ്രധാന ആവശ്യം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാന്നുള്ളതും, അതിപ്പോൾ എന്തായാലും കോടതിയിൽ പോയും നമ്മൾ എന്തായാലും അതിൻ്റെ നിയമ പോരാട്ടം നമ്മൾ നടത്തും. ഹൈക്കോടതി കേസിലെ ആദ്യ പ്രതികളെ കുറ്റവിമുക്തരാക്കിയതോടെ നിരപരാധികളായ തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ബാബുരാജും ബിജിയും റഫീഖും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാനാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്.